ട്രംപിന്റെ വ്യാപാര നയം അമേരിക്കയ്ക്ക് ഇതാ നല്ല പണി കൊടുത്തിരിക്കുകയാണ്. രാജ്യം വീണ്ടും സാമ്പത്തികമായി തകരുമെന്ന റിപ്പോർട്ടുകളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. പരിസ്ഥിതിയെ, സ്വന്തം ജനതയെ, പ്രകൃതിയെ ഒക്കെ തന്നെ ചവിട്ടി ഞെരിച്ച് നടന്നിട്ട് ഒടുവിൽ അമേരിക്ക എന്താണ് നേടിയത് എന്ന ചോദ്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ട്രംപ് അടപടലം തീർന്നിരിക്കുകയാണ്. മാത്രവുമല്ല അമേരിക്കയുടെ തകർച്ചയുടെ മൂലകാരണം ആർക്കും തന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന അഹങ്കാരം തന്നെയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് അമേരിക്കയിൽ സംഭവിച്ചതെന്ന് നോക്കാം. അതിനു മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. നമുക്ക് നോക്കാം. അമേരിക്കൻ വ്യാപാര രംഗത്ത് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു. അമേരിക്കൻ ഉൽപ്പാദകരെ സംരക്ഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വ്യാപാര കമ്മിയും കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഈ നയങ്ങൾ നടപ്പിലാക്കിയത്. എന്നാൽ ഈ നയങ്ങൾ ഇപ്പോൾ നിയമപരവും സാമ്പത്തികപരവുമായ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ താരിഫുകളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ട്രംപ് ഭരണകൂടം വ്യാപാര കരാറുകൾ പുനഃപരിശോധിക്കുകയും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫുകൾ ചുമത്തുകയും ചെയ്തു. ദേശീയ സുരക്ഷാ കാരണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ നീക്കങ്ങൾ. എന്നാൽ ഈ താരിഫുകൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് അമേരിക്കൻ കോടതികൾ കണ്ടെത്തിയതോടെ ട്രംപിന്റെ നയം വലിയ തിരിച്ചടി നേരിടുകയാണ്. ലോക വ്യാപാര സംഘടനയുടെ, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ താരിഫുകൾ അന്താരാഷ്ട്ര വ്യാപാര തർക്കങ്ങൾക്കും കാരണം കുറിച്ചിരിക്കുന്നു. ഈ താരിഫുകൾ റദ്ദാക്കപ്പെട്ടാൽ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പല വിധത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇറക്കുമതി താരിഫുകൾക്ക് മറുപടിയായി മറ്റ് രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തി. ഇത് അമേരിക്കൻ കയറ്റുമതിയെ, പ്രത്യേകിച്ച് കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ഹാർലി ഡേവിഡ്സൺ, ജനറൽ മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾക്ക് ഉൽപ്പാദന ചെലവ് കൂടിയതും വിപണിയിൽ തിരിച്ചടി നേരിട്ടതും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ നയങ്ങൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വില വർധനവിനും കാരണമായി. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഒരു പരിധിവരെ അമേരിക്കൻ കമ്പനികളെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുവെങ്കിലും അത് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടാനും സാമ്പത്തിക ബന്ധങ്ങൾ വഷളാക്കാനും കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ നയങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ട്രംപിന്റെ തീവ്രമായ നയങ്ങൾ അമേരിക്കയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ വ്യാപാര നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിലും അവ സൃഷ്ടിച്ച നിയമപരവും സാമ്പത്തികപരവുമായ വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണെന്ന് തെളിയിക്കുന്നതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് വ്യാപാര നയങ്ങൾ ലോകരാജ്യങ്ങളുമായി പുതിയൊരു വ്യാപാര യുദ്ധത്തിനാണ് തിരികൊളുത്തിയത് എന്നതും ഇവിടെ പ്രസക്തമാണ്. താരിഫുകൾ ചുമത്തിയും നിലവിലുള്ള വ്യാപാര കരാറുകൾ പുനഃപരിശോധിച്ചും ട്രംപ് ഭരണകൂടം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ നയങ്ങൾ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ കടുത്ത അതൃപ്തിക്കാണ് കാരണമായത്. ഈ അസംതൃപ്തി അമേരിക്കയ്ക്ക് ഭാവിയിൽ എങ്ങനെ തിരിച്ചടിയാകുമെന്നാണ് ഇനി പരിശോധിക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ വിശ്വസനീയതയെ ചോദ്യം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ സഹകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ പങ്കാളി രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തി. ഇന്ത്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറുപടിയായി താരിഫുകളും ചുമത്തി. ഇത് അമേരിക്കൻ കയറ്റുമതിയെ, പ്രത്യേകിച്ച് കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നയങ്ങൾ അമേരിക്കൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ പ്രവേശിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് വില വർധനവിനും കാരണമായി. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും ഇത് സാധാരണക്കാരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. കൂടാതെ ഇറക്കുമതി താരിഫുകൾക്ക് മറുപടിയായി വിദേശ രാജ്യങ്ങൾ ചുമത്തിയ താരിഫുകൾ അമേരിക്കൻ കയറ്റുമതി മേഖലയെ പ്രതിസന്ധിയിലാക്കി. ഈ വ്യാപാര യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മന്ദീഭവിപ്പിച്ചു. ഭാവിയിൽ സമാനമായ നയങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകവ്യാപാരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രമാണ്. എന്നാൽ ട്രംപിന്റെ നയങ്ങൾ ഈ സ്ഥാനത്തിന് ഇളക്കം തട്ടിച്ചു എന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകവ്യാപാര സംഘടന പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം ഈ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി. ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ബദൽ സംവിധാനങ്ങൾ തേടാനുള്ള അവസരമാണ് നൽകിയത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഇതൊരു കാരണമായി. അമേരിക്കയുടെ ആഗോള നേതൃസ്ഥാനം കുറയ്ക്കുന്നതിന് ഇത് വഴിയൊരുക്കും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ചുരുക്കത്തിൽ ട്രംപിന്റെ വ്യാപാര
വ്യാപാര നയങ്ങൾ ഹ്രസ്വകാലത്തേക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാപാര ബന്ധങ്ങൾ വഷളായതും സാമ്പത്തിക പ്രതിസന്ധികളും ആഗോള നേതൃസ്ഥാനം നഷ്ടപ്പെട്ടതും ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. ഈ നയങ്ങൾ അമേരിക്കയുടെ ഭാവി വ്യാപാര നയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഇനി നിർണായകവുമാണ്. അമേരിക്കൻ ആധിപത്യം എന്ന ആശയം ലോകരാഷ്ട്രീയത്തിൽ ഒരു നൂറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി അമേരിക്കൻ ശക്തി ക്ഷയിക്കുന്നുണ്ടോ എന്ന ചോദ്യം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ചയായതുമാണ്. ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയവും. ആദ്യം തന്നെ അമേരിക്കൻ ആധിപത്യത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി അമേരിക്ക വളർന്നു വരികയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഏകധ്രുവ ലോകം, അതായത് യൂണിപോളാർ വേൾഡ് എന്ന ആശയം ശക്തിപ്പെട്ടു. അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ, സൈനിക സ്വാധീനം, അതുപോലെ സാംസ്കാരിക മേധാവിത്വം എന്നിവ ഇതിന് കൂടുതൽ കരുത്ത് പകർന്നു. ഡോളർ അന്താരാഷ്ട്ര കറൻസിയായി മാറുകയും അമേരിക്കൻ സൈന്യം ലോകമെമ്പാടുമുള്ള തർക്കങ്ങളിൽ ഇടപെടാനും ആരംഭിച്ചു. എന്നാൽ സമീപകാലത്ത് അമേരിക്കയുടെ സ്വാധീനം കുറയുന്നുണ്ടെന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനയുടെയും മറ്റ് വളർന്നു വരുന്ന രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, അമേരിക്കയുടെ വ്യാപാര നയങ്ങളോടുള്ള അതൃപ്തി, ആഗോള വിഷയങ്ങളിൽ അമേരിക്കയുടെ പിൻവാങ്ങൽ എന്നിവ കാരണമാവുന്നുണ്ട്. ഇത് ഒരു ബഹുധ്രുവ ലോകക്രമത്തിന്, അതായത് മൾട്ടിപോളാർ വേൾഡിന് വഴിയൊരുക്കുന്നു. ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഈ ഭാഗത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതോടെ കാര്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അമേരിക്കൻ ആധിപത്യം ഇല്ലാതാകുമ്പോൾ ലോകത്ത് പല മാറ്റങ്ങളും സംഭവിക്കാമെന്നതാണ് നമ്മളിവിടെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളിൽ അമേരിക്കയുടെ സ്വാധീനം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് ഐക്യരാഷ്ട്രസഭ, അതുപോലെ ലോക വ്യാപാര സംഘടന തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മറ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങും. ലോകത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ അമേരിക്കയ്ക്ക് പകരം കൂടുതൽ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും. സാമ്പത്തികപരമായ മാറ്റങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിന് പകരം മറ്റ് കറൻസികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. ചൈനയുടെ യുവാനും യൂറോപ്യൻ യൂണിയന്റെ യൂറോയും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇത് ആഗോള വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൈനികപരമായ മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ലോകത്ത് പല രാഷ്ട്രങ്ങളിലും അമേരിക്ക സൈനിക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കുകയാണെങ്കിൽ അമേരിക്കൻ സൈനിക ഇടപെടലുകൾ കാര്യമായി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തും. ഇത് പുതിയ സഖ്യങ്ങൾ രൂപപ്പെടാൻ കാരണമാകുമെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് പുതിയ ലോകക്രമത്തിൽ വലിയ പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ പക്ഷത്തോ ചൈനീസ് പക്ഷത്തോ ചേരാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യങ്ങൾ കൂടുതൽ അവസരം ലഭിക്കും. എന്നാൽ ഈ മാറ്റങ്ങൾ സമാധാനപരമായിരിക്കുമോ അല്ലെങ്കിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നത് കാലം തന്നെയാണ് തെളിയിക്കേണ്ടത്. അമേരിക്കയുടെ ആധിപത്യം ലോകത്ത് നിന്ന് മാഞ്ഞു പോവുകയാണ് എന്ന വാർത്തകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു, അല്ലേ? അമേരിക്ക അടക്കിവാണ ലോകം ഇന്ന് മറ്റൊരു ദിശയിലേക്കാണ് നടന്നെടുക്കുന്നത്. അതിന് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു കാരണക്കാരനാണെന്ന് കൂടി പറഞ്ഞു വെക്കട്ടെ. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ ദുർബലമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ നയങ്ങൾ ഒറ്റപ്പെട്ട ഒരു രാജ്യമായി അമേരിക്കയെ മാറ്റുകയും പരമ്പരാഗത സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികളോട്, പ്രത്യേകിച്ച് നാറ്റോ അംഗങ്ങളോടും അതുപോലെ യൂറോപ്യൻ യൂണിയനോടും അകലം പാലിക്കാൻ തുടങ്ങി. ഈ സഖ്യങ്ങൾ അമേരിക്കയെ ചൂഷണം ചെയ്യുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇത് ഈ സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുകയും അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടമാവാനും കാരണമായി. യൂറോപ്യൻ യൂണിയനെതിരെയും ചൈനയ്ക്കുമെതിരെ അദ്ദേഹം ചുമത്തിയ താരിഫുകൾ ഈ രാജ്യങ്ങളുമേലുള്ള വ്യാപാര ബന്ധവും വഷളാക്കി തുടങ്ങി. ട്രംപ് പല സുപ്രധാന അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും അമേരിക്കയെ പിൻവലിച്ചിട്ടുണ്ട്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടി, ഇറാൻ ആണവ കരാർ, ലോകാരോഗ്യ സംഘടന എന്നിവയിൽ നിന്നുള്ള പിന്മാറ്റം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ നീക്കങ്ങൾ ആഗോള പ്രശ്നങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിച്ചു. ഇത് അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ ദുർബലമാക്കുകയും ആ വിടവ് നികത്താൻ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് അവസരം നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ നയങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര ചട്ടങ്ങളെയും തഴഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. മറ്റ് രാജ്യങ്ങളുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി താരിഫുകൾ ചുമത്തിയത് അന്താരാഷ്ട്ര വ്യാപാര യുദ്ധങ്ങൾക്കാണ് കാരണം കുറിച്ചത്. ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ദോഷകരമായി തന്നെ ഭവിച്ചു. അദ്ദേഹത്തിന്റെ ഈ നയങ്ങൾ അമേരിക്കൻ നയതന്ത്രത്തിന്റെ വിശ്വാസ്യത തന്നെയാണ് ചോദ്യം ചെയ്യിപ്പിച്ചത്. ഇതിന്റെ ഫലമായിട്ടാണ് അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന വാർത്തകളും വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അമേരിക്ക സ്വയം വരുത്തി വെച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. അപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.